ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശന് ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ പോലും ബില്ലടയ്ക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് ഒരു വലിയ തുക തന്നെ കെട്ടിവെക്കണം. അത് മാത്രം രാജപ്പൻ്റെ പൈസയും ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് പ്രകാശിന് അമ്മയെ നിൽക്കുകയാണ്. അങ്ങനെ പ്രകാശൻ ഇന്നത്തെ എപ്പിസോഡ് പ്രത്യേകം പറയുന്നുണ്ട്, കല്യാണി നിന്നെക്കാളും മുകളിലായല്ലേ മോനെ എന്ന് പ്രകാശിന്റെ വായം തന്നെ വീഴുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ എങ്ങനെയെങ്കിലും കല്യാണിനെ പോയി കണ്ടിട്ട് പൈസ എങ്ങാനും ചോദിക്കും. നാണം കെട്ടാലും കുഴപ്പമില്ല, അവരുടെ കയ്യോ കാലോ പിടിച്ചിട്ട് പൈസ ഇത്ര നാളെ പണിയെടുത്ത പൈസയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സഹായവും ചോദിച്ചാലും വെച്ചിട്ട് പ്രകാശ് നേരെ പോണത് കല്യാണിയുടെയും അടുത്തേക്കാണ്. അപ്പോൾ പോകുമ്പോഴേക്കും അവിടെ ദേ നിൽക്കുന്നു നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തികയും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയമാണ്. പ്രകാശിനോട് ചോദിക്കണം, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും സഹായം തരണം, പൈസ ഒന്നും കയ്യിലില്ല, ഇത്ര നാളെ പണിയെടുത്ത പൈസ അതിൻ്റെ ഷെയർ എങ്ങനെ തരണം എന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ട, അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചതോ? നന്നായിട്ടല്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അച്ഛനും മോനും പുറത്ത് പോകുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലേ കയറുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ പൈസ ഒരുപാട് തീർന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടെങ്കിലേ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ വകയിൽ ഞാൻ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ എവിടെയെങ്കിലും ഭണ്ഡാരത്തിൽ ഇട്ടോളാം. നിങ്ങൾ അധ്വാനിച്ച പൈസ എനിക്ക് എന്തായാലും വേണ്ട, അത് വല്ല അനാഥർക്കോ ആശ്രിതർക്കോ ഞാൻ കൊടുത്തോളാം, നിങ്ങൾക്ക് എന്തായാലും പൈസ തരില്ല എന്ന് കാർത്തിക പറയാണ്. അങ്ങനെ അമ്മ പറയുന്നു, പ്ലീസ് മോളെ എന്തെങ്കിലുമൊക്കെ തരണം മോളെ, ഞങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഇല്ല, ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല, പൈസ ഇല്ലെങ്കിൽ പോയി തെണ്ട് തള്ളേ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശിന് അമ്മ നാണം കെട്ട് പോവാട്ടോ. കല്യാണി അമ്മയുടെ ദീപയോട് ചോദിക്കണ്ട, എന്താ അമ്മ ഇതിൽ സഹായിക്കണം ചോദിക്കുമ്പോൾ വേണ്ട മോളെ 10 പൈസ സഹായിക്കരുത് എന്നിങ്ങനെ പറയാണ്. അവരെ ഇപ്പം അനുഭവിക്കണം, നന്നായിട്ട് അനുഭവിക്കണം. ഇപ്പം സഹായിച്ചാൽ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാവോ? അവരൊന്നും ഓക്കെ വരുമ്പോഴേക്കും പിന്നെ നമ്മുടെ തലയിലേക്ക് ചവിട്ടും. മാത്രമല്ല അനുഭവിക്കട്ടെ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അനുഭവിക്കണം മോളെ, അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു അവസ്ഥയിൽ അവർ എത്തിച്ചത്, അതുകൊണ്ട് നന്നായിട്ട് അനുഭവിക്കട്ടെ എന്ന് ദീപ പറയാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് ശരി, അവർ നന്നായിട്ട് അനുഭവിക്കണം, അവർക്ക് ഒരു പശ്ചാത്തലം പോലും തോന്നേണ്ട കാര്യമൊന്നും നമുക്കില്ല മോളെ എന്ന് പറയണം. അങ്ങനെ പ്രകാശിന് അമ്മ പിച്ചച്ചട്ടി എടുത്ത് നടറോട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗമായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.